അസ്സലാമു അലൈക്കും. മറ്റന്നാളാണ് എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നീൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. ഞങ്ങൾക്ക് കയ്യിലാണെങ്കിൽ ഒന്നുമില്ലേനു. ഞങ്ങൾ ഹോസ്പിറ്റൽ ബില്ലടക്കാനും ഒന്നിനും ഞങ്ങളെ കയ്യിൽ പൈസ. ഡേറ്റ് ആണെങ്കിൽ അടുത്ത് നിൽക്കുകയാണ്. 3 കൊല്ലത്തോളമായി അസുഖം വിളിച്ച് നടക്കുന്നത്. നാട്ടുകാരെ സഹായം എന്തുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത്. എനിക്കാണെങ്കിൽ സഹായം ചോദിക്കാൻ ആരുമില്ല. നിങ്ങളെല്ലാവരും സഹായിച്ചെങ്കിൽ തന്നെ നടക്കുള്ളൂ. ഈ ഒരു 9 വയസ്സായ ഒരു മോള് മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. ഓരോ ഓപ്പറേഷത്തിനാണെങ്കിൽ ഓരോ ഹോസ്പിറ്റലത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ചോദിക്കാനൊന്നും ആരോടും ഇല്ല. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പഠിച്ചവനോർത്തിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഓപ്പറേഷൻ ഉണ്ടാവാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും സഹായിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടക്കുള്ളൂ. അസ്സലാമലൈക്കും. എൻ്റെ പല സർജറിയാണ് മറ്റന്നാൾ. ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളെ ദയവേത് സഹായിക്കണം. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ മുതുതല പഞ്ചായത്തിലെ 5-ാം വാർഡിൽ താമസിക്കുന്ന മുനീർഖാൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങടൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. മുനീർഖാക്ക് കിഡ്നി പ്രോബ്ലമാണ്. 3 വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ ഡയാലിസിസും ചികിത്സയും ഒക്കെ ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയത്. ഇപ്പോൾ അതായത് മറ്റന്നാൾ ഇവരുടെ സർജറി പറഞ്ഞിരിക്കുകയാണ്. ഇവർ ഇക്ര ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർജറിക്കും അതേപോലെ തന്നെ 1 വർഷം ഇവർക്ക് മെഡിസിനും മാത്രമുള്ള ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്ന ഏകദേശം 5 ലക്ഷം രൂപയാണ്. ഡോക്ടർ അരവിന്ദ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഇവർ കാണിക്കുന്നത്. നാളത്തെ ഒരൊറ്റ ദിവസം മാത്രമാണ് ഇവർക്ക് ഉള്ളത് ആകെ. ഈ 5 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് ഇവർ. ഡയാലിസിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇനി ഒരു നിവൃത്തിയിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. മുനീർഖാക്ക് ആകെ ഭാര്യയും ഒരു മോളാണ് ഉള്ളത്. ഈ മോള് 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളും നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിനെ സഹായിക്കണം. മുനീർഖാന്റെ അനിയൻ തന്നെയാണ് കിഡ്നി കൊടുക്കുന്നത്. അതിൻ്റെ ഒക്കെ ക്രോസ് മാച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. സർജറിക്കുള്ള പണമില്ലാത്ത കാരണം കൊണ്ടാണ് ഈ കുടുംബം ഈ പറയുന്ന ഞങ്ങളെല്ലാ ആളുകളും ഇവിടുത്തെ കമ്മിറ്റി എല്ലാ അംഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബം ഇതിന് ബന്ധപ്പെട്ട ആളുകളും നിങ്ങളുടെ മുമ്പിൽ പറയും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുനീർ. ഞാൻ പട്ടാമ്പിയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ല, 2 കിഡ്നി പോയി. ജീവിതം ഭയങ്കര കഷ്ടത്തിലാണ്. 21-ാം തീയതി സർജറിയാണ്. ഒരു വഴിയില്ല. ഞാൻ എൻ്റെ ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും സഹായിക്കണം. ഭയങ്കര കഷ്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഡയാലിസിസ് ചെയ്യണതൊക്കെ പോയിട്ട് ഇപ്പോൾ 2ാമത് ഇവിടെ തുളച്ചിട്ടിരിക്കുകയാണ്. വേദന സഹിക്കാൻ വയ്യ. പടച്ചോൻ എന്നെ മാറ്റി തരണം. വയ്യ. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. എന്നെ എല്ലാവരും സഹായിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ മുന്നിലിരിക്കുന്ന മുനീർ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ജീവിതത്തോട് മല്ലിടുകയാണ്. 2 കിഡ്നിയും ഒരു ശകരം പോലും വർക്ക് ചെയ്യാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളാണ് ചികിത്സക്കും ഡയാലിസിസിനൊക്കെയുള്ള ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പുള്ളിയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 21-ാം തീയതി രാവിലെ 10 മണിക്ക് ഡോക്ടർ ഡേറ്റ് തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും മനസ്സിൽ തേറ്റിക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും മുനീറിന് വേണ്ടി ചെയ്തു കൊടുക്കണം. ഇതൊരു വലിയൊരു അപേക്ഷയാണ്. കാരണം മുനീറിന് ഭാര്യയും ഒരു പെൺകുട്ടിയും മാത്രമേ ഉള്ളത്. 4 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ വീടും ഒരു ഓട്ടോറിക്ഷയായിട്ട് നടന്നിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകൊണ്ടാണ് ഞങ്ങൾ തന്നെ നേരിട്ടിട്ട് വന്നിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇത് പറയണത്. നിങ്ങളെല്ലാവരും കൈയഴിഞ്ഞ് മുനീറിനെ സഹായിക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ നേരത്തെ ഇപ്പോൾ അഷ്റഫ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളത്. മുനീർഖാൻ്റെ കാര്യങ്ങൾ വളരെ ദയനീയമായ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 21-ാം തീയതി ഇപ്പോൾ സർജറി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പുള്ളിയെ സഹായിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. ഞാൻ വള്ളൂർ മഹല്ല് സെക്രട്ടറിയാണ്. കൂടാതെ മുനീർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയാണ്. മുനീറിൻ്റെ ഓപ്പറേഷൻ 21-ാം തീയതി നടക്കുകയാണ്. 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അസ്സലാമു അലൈക്കും. 100% അർഹതപ്പെട്ട കുടുംബമാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ കുടുംബത്തെ കൈവിടരുത്. എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഇവരുടെ 5-ാം വാർഡ് മെമ്പർ സുബീഷിൻ്റെ സാക്ഷ്യപത്രമാണ്. ഇത് ഇവരുടെ മഹല്ല് കമ്മിറ്റിയുടെ കത്താണ്. 100% അർഹതപ്പെട്ട കുടുംബമാണ്. മറ്റന്നാളാണ് സർജറി.
ഈ മോൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. മുനീർ ഖാനെ പഴയ രീതിക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളൊക്കെ വിചാരിച്ചാൽ നല്ലവരായ പ്രവാസികളും നല്ലവരായ ജനങ്ങളും ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കാണ്ട്, ഒരു വിവേചനങ്ങളും ഇല്ലാണ്ട് നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമാണ് മുനീർ ഖാനെ പഴയ പോലെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേറെ ഒരു നിവൃത്തിയില്ല. ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇക്ര ഹോസ്പിറ്റലിനടുത്ത് ഇവരൊരു ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒരു മാസത്തേക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 25,000 രൂപയാണ് ഒരു മാസത്തേക്കുള്ള വാടക പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സർജറി കഴിഞ്ഞാൽ തന്നെ 3 മാസം ഇവിടെ തങ്ങണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 മാസത്തിന് തന്നെ ഏകദേശം 75,000 രൂപ ഇവിടെ ഈ ക്വാർട്ടേഴ്സിൽ വാടക തന്നെ വരും. 5 ലക്ഷം രൂപയുടെ അടുത്ത് സർജറിക്കും 1 വർഷത്തുള്ള മെഡിസിനും ഉള്ള എമൗണ്ടും, അതേപോലെ ഇവിടെ തങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ഭക്ഷണത്തിനാണെങ്കിലും വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ പുറമേക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ അതെടുക്കാനോ അത് ചെയ്യാനോ സർജറി ചെയ്യാനോ തുടർ ചികിത്സയ്ക്കോ ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് നല്ലവരായ ജനങ്ങളൊക്കെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി മുനീർക്കാക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നല്ലവരായ മുഴുവൻ ജനങ്ങളും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ചെറുതോ വലുതോ ആയ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിലും ഞാനിതിൽ മുനീർ ഖാന്റെ വൈഫ് വാഹിദ മുനീർ എന്ന് പറയുന്ന ഇത്താന്റെ അക്കൗണ്ട് നമ്പറും അവരുടെ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേര് വരുന്നത് ക്യാഷ് അയക്കുമ്പോൾ മുനീർ എ എന്നാണ്. അത് മുനീർ ഖാന്റെ പേര് തന്നെയാണ്. പറ്റാവുന്ന ആളുകളൊക്കെ 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങളൊക്കെ സഹായിക്കണം. നല്ലവരായ മുഴുവൻ ജനങ്ങളോടും ഈ മോൾക്ക് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അപേക്ഷിക്കുകയാണ്. കൈവിടരുത്. മറ്റന്നാളാണ് സർജറി. നന്മയുള്ള കേരളത്തിലുള്ള മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തകരോടും നല്ലവരായ ജനങ്ങളോടൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി, ഈ മോൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് മുനീർ ഖാനെ പഴയ പോലെ ഈ കുടുംബത്തിന് തിരിച്ചു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.